പൊട്ടറ്റോ കറി വെക്കുന്നതിന് നോക്കാം. ഈ കറി നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനൊക്കെ പറ്റിയ നല്ല ടേസ്റ്റ് ഉള്ള ഒരു കറിയാണിത്. നമുക്ക് നോക്കിയാൽ ഇരിക്കേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 ഉരുളൻകിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് തക്കാളിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയൊരു തക്കാളി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, ഒരു മീഡിയം സവോള ചോപ്പ് ചെയ്തെടുത്തത്, പിന്നെ മല്ലിയില, ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തത്, പിന്നെ പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം. പിന്നെ നമുക്ക് ഈ കറിയിലേക്ക് വേണ്ട മസാലപ്പൊടികൾ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ ജീരകം, പിന്നെ ഞാനിവിടെ കുറച്ച് കസൂരി മേത്തി എടുത്തിട്ടുണ്ട്. കസൂരി മേത്തി ഉണ്ടെങ്കിൽ ചേർക്കാം. ഇതും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്ന ഗരം മസാലയും മുളകിന്റെ പൊടിയൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. പിന്നെ വേണ്ടത് തേങ്ങാപ്പാലാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാലാണ് എടുത്തേക്കുന്നത്. അത് നമ്മുടെ കറിക്ക് എന്തോരം ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് തേങ്ങാപ്പാൽ എടുക്കാം. അപ്പൊ നമുക്ക് നോക്കത്തെ ഇങ്ങനെ കറിയാക്കാന്ന്. ഇനി നമുക്ക് കറിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാം. ഈ ചൂടായ ഓയിലിലേക്ക് ജീരകം ചേർക്കാം. ഇപ്പൊ ജീരകം മുരിഞ്ഞിട്ടുണ്ട്. ഈ സവോള ചേർക്കാം, ഇഞ്ചിയും പച്ചമുളകും ചേർക്കാം. ഇപ്പൊ സവോളയൊക്കെ ഒന്ന് വഴന്നിട്ടുണ്ട്. സവോള നന്നായിട്ട് മുരിയേണ്ട ആവശ്യമില്ല. നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി ചേർക്കാം, ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ചേർക്കാം. അപ്പോൾ മല്ലിപ്പൊടിയും എണ്ണയിൽ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മുളകിൻ്റെ പൊടി ചേർക്കാം. ഇതിലേക്ക് തക്കാളി ചേർക്കാം. തക്കാളിയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഗരം മസാല ചേർക്കാം. ഞാനിപ്പോൾ പാതി ഗരം മസാല ചേർക്കണുള്ളൂ. പിന്നെ നമ്മൾ തേങ്ങാപ്പാലൊക്കെ ചേർക്കുമ്പോൾ ബാക്കിയുള്ള ഗരം മസാല ചേർക്കാം. കുറച്ച് മല്ലിയില ചേർക്കാം. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് മൂടി വെച്ചിട്ട് ഈ തക്കാളി വേവിച്ചെടുക്കാം. ഇപ്പോൾ തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുഴുങ്ങി വെച്ചേക്കണം ഉരുളൻകിഴങ്ങ് ചേർക്കാം. ഉരുളൻകിഴങ്ങ് ചേർക്കുമ്പോൾ നന്നായിട്ടൊന്ന് ഉടച്ചിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തേങ്ങാപ്പാൽ നമ്മുടെ കറിക്ക് എന്തോരം ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് തേങ്ങാപ്പാൽ ചേർക്കാം. ഈ തീ നന്നായിട്ട് കൂട്ടി വയ്ക്കുക. ഇതിലേക്ക് ബാക്കിയുള്ള മല്ലിയില ചേർക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് കസൂരി മേത്തി ചേർക്കാം. കസൂരി മേത്തി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉലുവയുടെ ഇല ഉണക്കിയതാണ്. ഇത് ചേർത്തിട്ടുണ്ടെങ്കിൽ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. കൈ കൊണ്ട് ഇങ്ങനെ പതുക്കെ ഒന്ന് ഇങ്ങനെ പൊടിച്ചിട്ട് ചേർക്കാം. ഇതിലേക്ക് ബാക്കിയുള്ള ഗരം മസാലയും കൂടി ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ കറിയിലേക്ക് കൂടുതൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് തേങ്ങാപ്പാൽ ചേർക്കാം. ഞാനിവിടെ കുറച്ച് തിക്കായിട്ടുള്ള കറിയായിട്ടാണ് എടുക്കുന്നത്. ഇത് മൂടി വയ്ക്കണ്ട, തുറന്ന് വെച്ചിട്ട് തന്നെ കറി നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യാം. നമ്മുടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മുടെ ഉരുളൻകിഴങ്ങ് കറി റെഡി ആയിട്ടുണ്ട്. ഈ കറി ഏറ്റവും നല്ലത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനാണ്.